നമസ്കാരം പ്രിയപ്പെട്ട ചതയം നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള പൊതു നിർദ്ദേശമാണ്. അപ്പോൾ 2025 നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് ജനുവരി മാസം 1 തീയതി മുതൽ ഡിസംബർ മാസം 31 വരെയുള്ള 2025 വർഷഫലം. ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത്. അപ്പോൾ ഒന്നറിയണം, ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക. നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ സുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും. ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗ്രഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും. അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത്. നൽകാൻ പോകുന്നത് 2025 വർഷം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യ കാലങ്ങളിൽ ചെറിയ തിരിച്ചടികളും അതിനുശേഷം മധ്യമഫലം, അതായത് ഗുണപ്രാധാന്യം കൂടിയ ഒരു കാലയളവുമായിട്ടാണ് കാണപ്പെടുന്നത്. വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് തൊഴിൽ സംബന്ധിയായിട്ടുള്ള ചില തിക്താനുഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ്. എന്നാൽ പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ഒരുങ്ങിക്കിട്ടുന്നതാണ്. ഏറ്റെടുത്ത പല കാര്യങ്ങളും നമ്മുടെ തന്നെ ചില ഉത്തരവാദിത്വക്കുറവുണ്ട് അത് പകുതിയിൽ വെച്ചൊന്ന് പ്രയാസകരമായി മാറാനോ അല്ലെങ്കിൽ അത് വഴിയിൽ നിലച്ചു പോകാനോ സാധ്യതയുണ്ട്. മറ്റൊരാൾ തന്ന ധനം, മറ്റൊരു ആവശ്യത്തിന് വേണ്ടി നൽകിയ ധനം നമ്മുടെ അടുത്ത് വേറൊരു കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു തീർക്കുന്നതുകൊണ്ട് സാമ്പത്തിക പ്രയാസവും ഉണ്ടായി വരുന്നതാണ്. 2024 തുടങ്ങിവെച്ച കാര്യങ്ങൾ നമ്മുടെ സ്വപ്രയത്നം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം ഈശ്വരാധീനത്താൽ വന്നു ചേരുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുക, പുതിയ സ്ഥലം നഗര അതിർത്തിയോട് ചേർന്ന് മേടിക്കാൻ കഴിയുക, കൃഷിഭൂമി മേടിക്കാൻ കഴിയുക, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുക തുടങ്ങിയവ കാണുന്നുണ്ട്. എന്നാൽ വസ്തു കൊടുക്കാനായിട്ട് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്നവർക്ക് കാര്യം അത്ര അനുകൂലമല്ല. നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന തുകയിൽ നിന്ന് കുറച്ചുകൂടി കുറവ് വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വിൽപ്പന സാധ്യമാവുകയുള്ളൂ. അനവസരത്തിലുള്ള മോശം വാക്കുകളുടെ ഉപയോഗം മൂലം വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. പെട്ടെന്നുണ്ടാകുന്ന കോപത്തെ നിയന്ത്രിക്കേണ്ടതാണ്. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കുറച്ച് റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളിലൊക്കെ ചെന്ന് നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ടെലിഫോൺ വഴിക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിക്ക് വരുന്ന ഫ്രോഡ് കോളുകൾ, ഫ്രോഡ് മെസ്സേജുകളിലൊക്കെ പെട്ട് ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം കോളുകളെയും അത്തരം മെസ്സേജുകളെയും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. തൊഴിലിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ആത്മാർത്ഥമായ പരിശീലനം അല്ലെങ്കിൽ പരിശ്രമമൊക്കെ ഈ വർഷം അവസാനത്തോടുകൂടി ഗുണപരമായിട്ട് മാറുന്നതാണ്. ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം കേൾക്കേണ്ടി വരുമെങ്കിലും നമ്മുടെ ഉറച്ച മനസ്ഥിതി കൊണ്ട് ആരോപണങ്ങളെ പൊളിച്ചെഴുതി നമുക്ക് നമ്മുടെ സത്യാവസ്ഥയെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവിടുത്തെ നിയമങ്ങളെ കൂടുതലായിട്ട് മാനിക്കാനുള്ള ശ്രമം നടത്തണം. അല്ലെങ്കിൽ ചില പണിഷ്മെന്റുകളൊക്കെ വിധേയമാകേണ്ടി വരും. സന്ദർഭോചിതമായി പെരുമാറുന്നത് കൊണ്ടോ വാക്കുകൾ പറയുന്നത് കൊണ്ടോ മാത്രം നമുക്ക് വന്നു ചേരാവുന്ന വലുതായിട്ടുള്ള ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ കഴിയുന്നതാണ്.
സർക്കാർ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ കുറച്ചുകൂടി ആത്മാർത്ഥത പ്രകടിപ്പിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള ഗുണം കാണുന്നുണ്ട്. പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 2025 വർഷത്തെ നിങ്ങളുടെ ഒരു ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ദോഷഫലങ്ങൾ അകലാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗങ്ങൾ കൂടി പറഞ്ഞു തരാം. ശിവക്ഷേത്രത്തിൽ ജലധാര കഴിപ്പിക്കുന്നത് ഏറെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. മാസപ്പിറന്നാൾ തോറും ഇത് ചെയ്യുക. അത് ഒരു വർഷക്കാലയളവ് ചെയ്യുക. ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം അഷ്ടോത്തര അർച്ചന കഴിപ്പിക്കുന്നതും നരസിംഹത്തിന് ഏകാദശി തോറും പാലഭിഷേകം കഴിപ്പിക്കുന്നതും ഏറെ ഉത്തമമാണ്. വനദുർഗാ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഗുണപരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാളിന്റെ നക്ഷത്രഫലം അറിയണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ജ്യോതിഷനെ കണ്ട് രാശി പ്രശ്നം, ജനിച്ച സമയം എന്നിവയൊക്കെ വച്ച് ജാതക പരിശോധനയൊക്കെ നടത്തി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നമസ്കാരം.